ഫവാസെ, മുഖ്യമന്ത്രിയെ ചെറ്റ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഡിവൈഎഫ്ഐയുടെ മുതിർന്ന നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ചെറ്റപ്രയോഗം ഒരിക്കലും തെറ്റാണ് എന്ന് സഖാക്കളുടെ ഭാഷയിൽ നിഘണ്ടുവിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജി സുധാകരനെ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ നേരത്തെ ചെറ്റത്തരം, രാഷ്ട്രീയ ചെറ്റത്തരമാണ് ജി സുധാകരൻ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ചെറ്റ എന്ന് പരോക്ഷമായിട്ട് വിളിച്ചിരുന്നു അദ്ദേഹം. പക്ഷെ അതിന് പിന്നാലെ എ കെ ബാലൻ ഒരു ന്യായീകരണ ക്യാപ്സ്യൂളായിട്ട് വന്നിരുന്നു. ചെറ്റ എന്ന് പറഞ്ഞാൽ, ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം അത് തെറിയല്ല, അല്പത്വം എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ചെറ്റ എന്ന് പറയുന്നത് ഒരു തെറിയല്ല, ചെറ്റത്തരം എന്ന് പറയുന്നത് നല്ല ഭാഷയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വ്യാഖ്യാനത്തിൽ തന്നെ തെറ്റുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പത്തരം എന്നൊക്കെ പറഞ്ഞാൽ ഈ ചെറ്റ എന്ന് പറയുന്നത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് ഈ പറ്റ താഴ്ന്നവർ താമസിക്കുന്ന വീടിന് ചെറ്റക്കുടിലുകൾ എന്നൊക്കെ പറഞ്ഞു, അതിന്ന് ആ ടേമിൽ നിന്നാണ് ചെറ്റ എന്നുള്ള സാധനം ഉണ്ടായത്. അപ്പം അവർ ഇപ്പം സ്വാഭാവികമായിട്ട് അവർ കളിയാക്കുമ്പോൾ അവരത്ര രണ്ടാം കിട പൗരന്മാരായിട്ടാണ് ഇവർ കാണുന്നത് എന്നുള്ള സാധനമാണ്. അപ്പം പൊളിറ്റിക്കലി ആ വേർഡ് ഒരു ഇൻകറക്റ്റാണ്. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും വൈഫ് എന്ന് പറയുന്നത് ഇൻകറക്റ്റാണ്, പകരം പാർട്ട്ണർ എന്നുള്ളത് പറയണം എന്നുള്ളത് പറയാറുണ്ട്. പക്ഷേ ഇത് അതിനേക്കാളും കുറച്ച് മുതിർന്ന ഉയർന്നതിൽ നിൽക്കുന്നതാണ്. ഒരിക്കലും ചെറ്റാന്നൊന്നും പറയാൻ പാടില്ല. പക്ഷേ ഈ കാര്യത്തോട് വരുമ്പം എനിക്ക് തോന്നും ഇങ്ങനെ പരാമർശിച്ചവരൊക്കെ പണ്ടൊക്കെ എന്താ പറയുക ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. വി ഡി സതീശൻ അതിൻ്റെ ഒരു ഇരയാവുമ്പോൾ സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ്റെ ഗുണം കിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒന്നുമല്ലാത്ത കൊല്ലം എം കെ പ്രേമചന്ദ്രൻ, അയാൾ ഒരിക്കലും അവിടെ ജയിക്കില്ലായിരുന്നു. അയാൾ പിണറായി വീട് പരനാറി എന്നൊക്കെ വിളിച്ചുകൊണ്ട് അയാൾ ഫേമസ് ആക്കി കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ അവിടെ ജയിച്ചത്. അല്ലെങ്കിൽ അയാൾ ജയിക്കില്ലായിരുന്നു. ഉറപ്പായിട്ടും ഈ ചെറ്റപ്രയോഗം അവരെത്ര കണ്ട് ന്യായീകരിച്ചാലും ആ ചെറ്റത്തരം എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ വിളിക്കാൻ പറ്റില്ലാത്തൊരു സാധനമാണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തന്നെയാണ്. അതും ഇപ്പൊ പ്രത്യേകിച്ച് വിളിച്ചിരിക്കുന്നത്, അന്ന് സാക്ഷാൽ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് വിളിച്ചിരുന്നതെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയെയാണ് വിളിച്ചിരിക്കുന്നത്. അതും ഡിവൈഎഫ്ഐയുടെ ഒരു മുതിർന്ന നേതാവാണ്. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നടത്തിയ മാർച്ചിൽ, ഡിവൈഎഫ്ഐ മാർച്ച് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, ആ മാർച്ചിനിടയിൽ നടത്തിയ പ്രസംഗത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെറ്റയാണ് എന്ന് പറഞ്ഞൊരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടും അത് നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാരിന്റെ ഒരു ഇതായിട്ട് ഇവർ ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതൊരു നല്ല വശം തന്നെയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അനാവശ്യമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് അവർ കടക്കാറില്ല. കുറച്ചും കൂടി ഫ്രീ ആയിട്ട് വിടുന്നുണ്ട് ആളുകളെ. പക്ഷെ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ എന്തും പറയാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് അവരെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിപ്പോ സതീശൻ സർക്കാരിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളിലും അവർ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്. അനാവശ്യം ഇപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നമുക്കറിയാം, വെറുതെ ഒരു വാർത്ത മുഖ്യമന്ത്രിക്കെതിരെ ചെയ്യാതെ പോലും അവിടെ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസുകൾ എടുത്തിരുന്നു. ഒരുപാട് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ വേട്ടയാടിയ കുറച്ച് വർഷങ്ങളായിരുന്നു അത്. അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നു എന്ന് കരുതിയിട്ട് ചുമ്മാ കയറി ഒരാളെ തോണ്ടാൻ ചെല്ലുക, മുഖ്യമന്ത്രിയെ സെറ്റായെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ, മത്സ്യത്തൊഴിലാളികളെ, കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തിയത് പോലും. പക്ഷെ അതിനിടയിൽ എന്തും വായി തോന്നുന്നത് വിളിച്ചു പറയാമെന്നുള്ള ലെവലിലേക്ക് ഇവർ മാറി. ഡിവൈഎഫ്ഐയുടെ ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു കാര്യം വരുമ്പോൾ ആ സ്ഥലത്ത് ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ, അതായത് മുൻ മേയർ റൂട്ടി ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. ഇവരാരും തിരുത്താൻ പോലും തയ്യാറായില്ല, അല്ലെങ്കിൽ അത് പറയരുത് എന്ന് ഒരിടത്തൊന്നും എതിർപ്പ് വന്നില്ല എന്നുള്ളത് നമുക്ക് വിഷ്വൽസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ ഭാഷയിൽ ഒരു പക്ഷേ ഈ ഒരു വേർഡ് അംഗീകരിക്കപ്പെട്ടതായിരിക്കാം, പാർട്ടി ഔദ്യോഗിക ഘടകം അംഗീകരിച്ച ഒരു പദപ്രയോഗമായിരിക്കാം അത്. പക്ഷെ വിളിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയാണ്. ഇത്രയും വർഷം ഇവിടെ ഇരുന്നിട്ടും ഒരിക്കൽ പോലും പ്രതിപക്ഷത്തിരുന്ന്, ആ സമയത്ത് പ്രതിപക്ഷത്തുണ്ടായിരുന്ന UDFന്റെ ഒരാൾ പോലും ഇത്തരത്തിലൊരു ഭാഷാപ്രയോഗം മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിട്ടില്ല. ഇവർ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്നൊരു സാധനം എപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഭരണ പ്രതിപക്ഷങ്ങൾ ഇപ്പോഴാണെങ്കിലും തമ്മിൽ നിൽക്കുന്നത് ഒരു ശത്രുവാണെങ്കിൽ പോലും നേരെ നിൽക്കുന്നവനോട് കാണിക്കേണ്ട ഒരു ബഹുമാനമുണ്ട്. ആ ഒരു സാധനം കൊടുക്കാണ്ട് ഇത്തരത്തിൽ എന്തും വിളിച്ചു പറയാമെന്നുള്ള രീതിയിൽ വരുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു പാഠമാകാൻ വേണ്ടിയിട്ടെങ്കിലും, എന്തും വിളിച്ചു പറയാൻ പറ്റില്ല എന്നറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഈ മനുഷ്യനെതിരെ ഒരു നടപടി എടുക്കേണ്ടതാണ്. അല്ല, എനിക്ക് തോന്നുന്നു നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ തോന്നുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എടുത്തത് ഈ പറഞ്ഞ പോലെ മതസ്പർദ്ധ പടർത്തുക എന്നുള്ള കേസൊക്കെ അദ്ദേഹത്തിന് എടുത്തത്. കാരണം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, കടൽ തീരദേശ പ്രദേശത്ത് 2 ക്രിസ്ത്യൻ മന്ത്രിമാരെ മാത്രം പറഞ്ഞയച്ച് ഫിഷറീസിൻ്റെ മന്ത്രി അവിടെ പോയില്ല എന്നുള്ള തരത്തിലൊക്കെ അദ്ദേഹം ഈ മതം വെച്ച് കളിച്ചതാണ് അവിടെ. കാരണം അതവർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അങ്ങനെ ഒരാൾ പറയണം എന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ എന്തോരം വർഗീയത ഉണ്ടാവും. ഒരു പക്ഷേ വി ഡി സതീശൻ മനസ്സിൽ പോലും കരുതാത്തൊരു കാര്യമായിരിക്കും.
കടൽ തീരത്തെ മത്സ്യബന്ധന തൊഴിലാളികളിൽ ഭൂരിഭാഗം പേരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ ഫിഷറീസ് മന്ത്രി മറ്റൊരു ഇതര മതസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വിടാതെ 2 ക്രിസ്ത്യൻ മന്ത്രിമാരെ അങ്ങോട്ട് വിട്ടു. അത്തരം കാര്യം ചെയ്തത് കൊണ്ടാണ് മുഖ്യമന്ത്രിയെ ഇത്തരത്തിലൊരു പദപ്രയോഗം ഇയാൾ നടത്തിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത്തരത്തിലൊരു വാചകം അയാൾക്ക് എങ്ങനെ പറയാൻ തോന്നിയെന്നാ മനസ്സിലാവാത്തത്. നമ്മളിപ്പോൾ ഒരാളെ എയിം ചെയ്ത ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിലുള്ള കാര്യമായിരിക്കണം, അവരത് മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്തൊരു കാര്യമായിരിക്കും. എനിക്ക് തോന്നുന്നു തല പോയോടത്തു കൂടി വാല് പോവുള്ളൂ. പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ പരനാറി, ചെറ്റ, അങ്ങനെ എന്താ പറയുക, പലതരത്തിൽ ജി സുധാകരനെയും അല്ലാത്ത പല നേതാക്കന്മാരെയും വിളിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊല്ലം MP MK പ്രേമചന്ദ്രനെയൊക്കെ പലതരത്തിൽ വിളിച്ചിട്ടുണ്ട്. എന്തിനേറെ PC വിഷ്ണുനാഥിനെ പോലും പേഴ്സണലി ടാർഗറ്റ് ചെയ്ത് കണ്ട് വിളിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. അപ്പം എന്താ പറയുക, അണ്ടി വിഷ്ണു എന്നൊക്കെ, കാരണം കശുവണ്ടി മേഖലയിലാണ് അദ്ദേഹം ചെയ്യുന്നത്, കുണ്ടറ ഭാഗത്താണ്. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിൽ അവർ വിളിക്കാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടുത്തെ ജനങ്ങളുടെ അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ് ഈ കശുവണ്ടി. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു MLA അവർ ഇത്തരത്തിൽ മോശം, അവർക്കത് മോശം ഇതായിരിക്കാം. പക്ഷെ അടുത്ത ജനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്നത്, അവരിതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അവിടുത്തെ ഫാക്ടറികളൊക്കെ ഇതിൻ്റെ ഫാക്ടറികൾ. അപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ എന്ത് വേർഡ് വിളിച്ചാലും, പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് PC വിഷ്ണുനാഥ് ഒന്ന് ജയിക്കുകയും ചെയ്തു, മന്ത്രിയാവുകയും ചെയ്തു, ടൂറിസം മന്ത്രിയാവുകയും ചെയ്തു. ആരൊക്കെ ഇവരിങ്ങനെ ടാർഗറ്റ് ചെയ്ത് വിളിച്ചിട്ടുണ്ടോ അവരൊക്കെ പിൽക്കാലത്ത്, ഇപ്പം ഒരു എന്താ പറയുക, ആലത്തൂർ ഒരു MP ഉണ്ടായിരുന്നല്ലോ, രമ്യ ഹരിദാസിനെയും പാണക്കാട് തങ്ങളെയും കൂട്ടി വെച്ചിങ്ങാണ്ട് അവിടെ പോയി കടന്നു കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ളതെന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ തരത്തിലുള്ള ആരോപണം ഒന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും രമ്യ അവിടെ ജയിക്കില്ലായിരുന്നു. രമ്യ അന്ന് വരെ മീൻസ് ജയിക്കുന്നുള്ള ഫിഗറിലേ അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് എന്തായി, രമ്യ അവിടെ പാട്ടും പാടി ജയിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് പാട്ടും പാടി ജയിച്ചു എന്നുള്ള സാധനമാണ് വന്നത്. അടുത്ത ഇലക്ഷനിൽ തോൽക്കും ചെയ്തു, കാരണം അടുത്ത ഇലക്ഷനിൽ ഇത്തരത്തിലുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ ഇവരാരൊക്കെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു അവരൊക്കെ ഇവിടെ ജയിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞ പോലെ ഇത് രമ്യ ഹരിദാസ് ആണെങ്കിലും MK പ്രേമചന്ദ്രനാണെങ്കിലും ഇപ്പോൾ സതീശനാണെങ്കിലും ശരി, ഇപ്പോൾ സതീശൻ്റെ ഇമേജ് നിൽക്കുന്നത് എന്താണോ, സതീശനെ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ വീണ്ടും സതീശൻ്റെ മൈലേജ് കൂടെ ഉള്ളൂ. അപ്പോൾ CPM ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തകരല്ല, പൊതുവെ അവർ വളർച്ചയാണ് കാണാറുള്ളത്. ഓക്കെയാണ്, പക്ഷേ ഇത്തരത്തിലുള്ള എന്തും വിളിച്ച് പറയാം എന്നുള്ള ധാർഷ്ട്യം നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നിയമ നടപടി കൃത്യമായിട്ട് വേണം എന്നുള്ള ആവശ്യം ഇപ്പൊ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഇപ്പൊ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വാക്കുകൊണ്ട് വിമർശിച്ചു എന്നതിനപ്പുറത്തേക്ക് ഈ മതസ്പർദ്ധ ഫവാസ് പറഞ്ഞതുപോലെ ഒരു ദുരന്ത സ്ഥലത്ത് ചെന്നിട്ട്, ദുരന്ത മുഖത്ത് വന്നിട്ട് അവിടെയും മതവും ജാതിയും ഒക്കെ പറഞ്ഞിട്ട് വർഗീയത ഉണ്ടാക്കാനാണ് അവർ നോക്കുന്നത്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ആ കടലിൽ പോയവര്, അല്ലെങ്കിൽ ആപത്ത് പറ്റിയവര് ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ മുസൽമാനാണോ എന്ന് നോക്കിയിട്ടല്ല ജനങ്ങൾ അവരുടെ വീട്ടുകാരുടെ വിഷമം, ഈ വിഷമിക്കുമ്പോഴും ദൈവത്തിനെ വിളിക്കുമ്പോഴും അവർ ഈ മതം പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യാനികൾ കർത്താവിനെ വിളിക്കുന്നവർ മാത്രമേ ഞങ്ങൾ ആശ്വസിപ്പിക്കാൻ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നല്ല അവർ നിൽക്കുന്നവർ. അവിടെ ഒരു ദുരന്തമാണ് നടക്കുന്നത്. ആ സ്ഥലത്തേക്ക് ചെല്ലണത് ആശ്വസിപ്പിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലാണ്ട് അവരെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി സമരം ചെയ്യുമ്പോഴും പറയുന്നത് ജാതിയും മതമൊക്കെയാണ്. ഇത്തരത്തിൽ വർഗീയത ഉണ്ടാക്കുന്നതും മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നത് അവിടെ ഒരു കലാപാഹ്വാനം തന്നെ, കലാപം ഉണ്ടാക്കാനുള്ള ഒരു സാധനം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇയാള്. ഇതൊക്കെ സാധാരണ BJP-ക്കാർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ലോജിക്ക് മനസ്സിലാക്കാം. കാരണം സ്വാഭാവികമായിട്ടും BJP-യുടെ ഒരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ മത തീവ്രവാദ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആൾക്കാർക്കിടയിൽ പോളറൈസേഷൻ കൊണ്ടുവന്നുകൊണ്ട് ഭരിക്കുന്ന, അല്ലെങ്കിൽ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയം എക്കാലത്തും പുലർത്തിയിട്ടുള്ള പാർട്ടി അത് BJP-ആണ്. പക്ഷേ CPM എന്ന് പറയുന്ന പോലെ മതനിരപേക്ഷ പാർട്ടി എന്നാണ് CPM എക്കാലത്തും അറിയപ്പെടുന്നത്. അവർക്ക് ജാതിയില്ല, മതമില്ല, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുന്ന, മനുഷ്യൻ്റെ വിശപ്പിന് ദൈവമായി കാണാൻ പറ്റുന്ന, ഒരു നേരത്തെ വിശപ്പ് അകറ്റുന്നതിന് മുമ്പിൽ ആരാണോ ഭക്ഷണം കൊടുത്തത് അവരാണ് യഥാർത്ഥ ദൈവം എന്ന് പറയുന്ന ആ പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ വക്താക്കൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ കാര്യം നമുക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. BJP പറയുമ്പോൾ ഓക്കെ, ഞാനടക്കം അത് ഭയങ്കര നോർമലായിട്ട് എടുക്കുള്ളൂ. കാരണം BJP-യുടെ അടുത്ത് അത്തരത്തിൽ വേറൊരു സാധനമൊന്നും ഞാൻ കാണുന്നില്ല. BJP നല്ല നല്ല കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതമായിരിക്കും നമുക്ക്. കേരളത്തിലെ ജനങ്ങൾ സഹോദര്യത്തോടെ ജീവിക്കണം എന്നൊക്കെ BJP പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്കൊരു അത്ഭുതമാണ്. അല്ലാണ്ട് അവിടുത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നം BJP അല്ലെങ്കിൽ യഥാർത്ഥ സംഘപരിവാർ എന്നൊക്കെ പറയുന്നത് ഈ വർഗീയത കുത്തി കലർത്തുന്നവരാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് ഇപ്പോൾ CJP പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് പോലും ഒരു മുസൽമാൻ അവിടെ നിസ്കരിക്കുന്ന സമയത്ത് ഒരു സന്യാസി വര്യൻ ഇരുന്നിട്ട് അദ്ദേഹം വീശർ കൊണ്ട് വീശുന്ന സമയത്ത് അടുത്തിരിക്കുന്ന തന്റെ മുസൽമാനും ആ മനുഷ്യന് നിസ്കരിക്കുന്ന ആൾക്കും കൂടി വീശി കൊടുക്കുന്നുണ്ട്. യഥാർത്ഥ മനുഷ്യ സ്നേഹികൾ അങ്ങനെ തന്നെയാണ് ഫവാസ് എപ്പോഴും. പക്ഷേ യഥാർത്ഥ സംഘപരിവാർ അങ്ങനെയാണെന്ന് ഐശ്വര്യ അങ്ങനെയല്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം സംഘപരിവാർ എന്ന് പറഞ്ഞാൽ അവരുടെ വ്യത്യാസം വേറെയാണ്. കാരണം അവരുടെ ഐഡിയോളജി തന്നെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരൊക്കെയാണെന്നുള്ളത് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, അതുപോലെ തന്നെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് എനിക്ക് അറിവില്ല. ഉണ്ട്. അവരുടെ ബുക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. അവരുടെ ഈ സാധനം തുടങ്ങുമ്പോൾ തന്നെ അവർ കൃത്യമായിട്ട് എല്ലാവരും പറയാറുണ്ട് സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിംസ് ആണെന്നുള്ളത്. വൺസ് അവർ മുസ്ലിംസും അവർ പ്രധാനപ്പെട്ട 4 ആൾക്കാരായിട്ട് പറഞ്ഞിട്ടുള്ളത്, 1 മുസ്ലിംസ്, 2 ക്രിസ്ത്യൻസ്, 3 കമ്മ്യൂണിസ്റ്റ്, 4 ദളിത്സ്. ഇത് 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദളിതന്മാരാണുള്ളത്.
അതുകൊണ്ട് BJP എപ്പോഴും സവർണ ആധിപത്യം പുലർത്തുന്നവരുടെ ഐഡിയോളജി മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ് ഇക്കാലത്ത് BJP-യിൽ അങ്ങനെ ഒരു തത്വശാസ്ത്രം ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിവില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. എനിക്ക് ഇതുവരെ അറിവില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ BJP സംഘപരിവാർ ഈ പറയുന്നത് പോലെ ഇത് കറക്റ്റ് ആയിരിക്കണം. ഇത് എഴുതി വെച്ച സാധനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം, ഓക്കെ. പക്ഷെ എൻ്റെ അറിവിൽ ഒരിക്കലും ഇവര് വേറൊരു അതർ കാസ്റ്റിന് കൃത്യമായിട്ടും BJP രാഷ്ട്രീയ അല്ലെങ്കിൽ സംഘപരിവാറിൽ നിൽക്കുന്നവര് മാനുഷിക പരിഗണന കൊടുക്കുന്നവരെന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അതിനിടയിലുണ്ടാവാം എല്ലാ ജാതി രാഷ്ട്രീയ വർഗങ്ങളിലും ഒക്കെ ഉള്ളതുപോലെ പിന്തിരിപ്പന്മാരും അല്ലെങ്കിൽ മൂരാച്ചികളും ഇമാതിരിയുള്ള വിഷക്കുത്തുകൾ അതിനിടയിൽ ഉണ്ടാവും. നല്ലൊരു പാൽപ്പായസാണെങ്കിലും ഇച്ചിരി കാഞ്ഞിരക്കുരു അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ തീർന്നു കാര്യം. നല്ല പാൽപ്പായസത്തിനകത്തിലേക്ക് ഒരു തുള്ളി വിനാഗിരിയോ ഒരു നാരങ്ങ നീരോ ചെന്ന് കഴിഞ്ഞാലും തീർന്നു സാധനം. അതുപോലെ മതി. അതുപോലെ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അല്ലാണ്ട് മറ്റ് മതസ്ഥരെ ഇങ്ങനെ ശത്രുക്കളായിട്ട് കാണുന്ന ഒരു അജണ്ട BJP-ക്ക് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഒരു പക്ഷെ എൻ്റെ അജ്ഞതയായിരിക്കാം. പക്ഷെ ഇതുവരെ ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞെടുത്തോളം അത്തരത്തിലൊരു വർഗീയ പാർട്ടി എന്നൊന്നും ഞാൻ വിളിക്കില്ല ഒരിക്കലും. എല്ലാത്തിലും നല്ലതും ചീത്തയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയാൻ കാരണം BJP എന്നുണ്ടാക്ക് ആ പാർട്ടി എന്ന് രൂപീകരിക്കപ്പെട്ടത് എനിക്കറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. അതിനു മുമ്പുള്ളതാണ് 1925. അതിനു മുമ്പ് 1885 കോൺഗ്രസ് വരുന്നത്. ഇയാൻ ഹ്യൂം എന്ന് പറയുന്ന ഒരാളാണ് കോൺഗ്രസിനെ ആദ്യമായിട്ട്, അയാൾ ബ്രിട്ടീഷുകാരനാണ്, കുറച്ച് ഇന്ത്യ മനസ്താപമുള്ള ഒരാളാണ്. അങ്ങനെയാണ് അയാൾ സാധനം വരുന്നത്. 1925 CPI വരുന്നതും അതേപോലെ തന്നെ RSS വരുന്നതും. പിന്നീട് 80കളിലാണ് ഈ പറഞ്ഞ പോലെ BJP ഒക്കെ വരുന്നത്. അപ്പം അന്ന് തന്നെ RSSൻ്റെ സാധനം എന്താണോ അത് അതേപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ബാബരി മസ്ജിദിൻ്റെ വിഷയമൊക്കെ കൊണ്ടുവന്നതും കല്യാൺ സിംഗ്. ഇപ്പം പല നേതാക്കന്മാരുണ്ട്, ഒരുപാട്. മീൻസ് ഇത് ടോപ്പിക്ക് വേറെയാണ്, നമ്മളിപ്പം അതിലോട്ട് പോകുന്നില്ല. എന്നിരുന്നാൽ പോലും അത് മറ്റൊരു ടോപ്പിക്കാണ്, ഒരുപാട് പറയാനുള്ളത്, പറയാനാണെങ്കിൽ കഴിയില്ല. അപ്പോൾ എന്നിരുന്നാൽ പോലും സംഘപരിവാറിൻ്റെ അതേ പാതയിൽ അല്ലെങ്കിൽ അവരുടെ പോലെ വർഗീയത പറയുന്ന അവരുടെ B ടീമായിട്ടാണ് പലപ്പോഴും ഇപ്പോൾ CPM മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നേരത്തെ സംഘപരിവാറിനായിട്ട് ഇവരെ ഉപമിച്ചത്. കാരണം രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായിട്ടാണ് ഇയാളുടെ ഈ പരാമർശം എനിക്ക് തോന്നിയത്. സതീശനെ ചെറ്റാന്നോ പെറുക്കീന്നോ തെണ്ടീന്നോ വിളിക്കാൻ മീൻസ് സതീശനത് വലിയ കാര്യമായിട്ട് തോന്നില്ല. കാരണം സതീശനറിയാം ഇവരുടെ മാനേഴ്സ് എത്രേ ഉള്ളൂ, ഇവരെന്നതിനപ്പുറം സതീശൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതെ, പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വിഭാഗത്തിനിടയിലേക്ക് ഇത്തരം വർഗീയത, അതാണ് ഞാൻ പറഞ്ഞത്. വർഗീയത ഒരിക്കലും നമുക്ക് സതീശൻ എന്ത് വേണമെങ്കിലും വിളിക്കാം, സതീശൻ അത് വലിയ കാര്യമാക്കില്ല. കാരണം സതീശന് കൃത്യമായിട്ട് അറിയാം ഇതിനപ്പുറം വിളിച്ചാലേ ഉള്ളൂ, അത്ഭുതപ്പെടാനില്ല എന്നുള്ള സാധനം സതീശന് കൃത്യമായിട്ട് അറിയാം. അപ്പം ഇത്തരത്തിൽ മതവർഗീയ സാധനങ്ങൾ അവിടെ ഇറക്കുമ്പോഴാണ് പ്രശ്നം. മറ്റേത് സതീശൻ എന്നുള്ളൊരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് വ്യക്തി മാത്രമല്ല, കേരളം സംസ്ഥാനം ഭരിക്കുന്ന അദ്ദേഹത്തിന് എല്ലാവരും കൂടെ മുഖ്യമന്ത്രിയാണത്. അപ്പം അവർ മുഖ്യമന്ത്രി എന്നുള്ള സതീശനോട് റെസ്പെക്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മാറുന്നുണ്ട്. അതെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൃത്യമായിട്ട് സംഘപരിവാറിനെതിരെയുള്ള ഐഡിയോളജി ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അതേ എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തോട് കൃത്യമായ ആ സമയം ബഹുമാനവും റെസ്പെക്റ്റും എനിക്ക് ഉണ്ട്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഐഡിയോളജിയും പാർട്ടിയോടും എനിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ആ ഒരു ബഹുമാനവും റെസ്പെക്റ്റും എപ്പോഴും കീപ്പ് വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വിമർശിക്കാം, പക്ഷെ അദ്ദേഹത്തെ പേഴ്സണലി തെറി വിളിക്കാൻ പാടില്ല. കാരണം അത് പിന്നെ ഈ പറഞ്ഞ പോലെ BJP-ക്കാരുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണത്. ആ ഒരു സാമാന്യ ബോധം ബഹുമാനം DYFI-ക്കാരും കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയുള്ളൂ.